വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷായിട്ടാണ്, അതായത് വെജിറ്റബിൾ ലോലിപോപ്പ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഡ്രാഗൺ ചിക്കൻ ഇട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ കുറേ വെജിറ്റേറിയൻകാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെജിറ്റേറിയൻ അടിപൊളി സ്റ്റാർട്ടർ ഉണ്ടാക്കാത്തേന്ന്. അപ്പോൾ അതാ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണ്. അപ്പോൾ ഈസിയാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്ന നമ്മുടെ കോൾസിൽ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതും തയ്യാറാക്കി നോക്കുക, എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് വെജിറ്റബിൾ ലോലിപോപ്പ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ലോലിപോപ്പ് ഉണ്ടാക്കണം അല്ലേ? അതിന് മുൻപ് ഞാനിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോസ് തയ്യാറാക്കാം. അപ്പോൾ സോസ് തയ്യാറാക്കി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വെജിറ്റബിൾ ലോലിപോപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി കഴിക്കാം. ഇപ്പോൾ സോസ് വേണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്കിപ്പോൾ കെച്ചപ്പ് കൂട്ടി കഴിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ചട്നിയൊക്കെ കൂട്ടി കഴിക്കാം. പക്ഷേ നമ്മളൊരു പാർട്ടിക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ സോസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വയ്ക്കാം, ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്കതിലോട്ട് നല്ലെണ്ണ, അതായത് എള്ളെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതൊരു ചൈനീസ് സോസാണ്, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം, അതായത് സൺഫ്ലവർ ഓയിലോ ഏതാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ചൂടാവട്ടെ. നല്ലെണ്ണ എപ്പോഴും പെട്ടെന്ന് അങ്ങ് ചൂടായി പുക വരാൻ തുടങ്ങും, അതെപ്പോഴും സൂക്ഷിക്കുക. അപ്പോൾ ഒരുപാട് പുക വരാൻ നിൽക്കണ്ട. അതിന് മുൻപായിട്ട് നമുക്കിതിലോട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 അല്ലി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ലോലിപോപ്പ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഈ സോസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും, ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് ഈ സോസ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ ഞാൻ എപ്പോഴും അപ്പാപ്പയ്ക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുക്കറിൽ 2 മീഡിയം ഉരുളക്കിഴങ്ങ് വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് 2ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുക്ക് ചെയ്യുക. ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഓഫ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് കുക്കായി കിട്ടും. പിന്നെ പെട്ടെന്ന് നമുക്ക് ഈ ലോലിപോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 അല്ലി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം, അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് തീ കുറയ്ക്കണം. എപ്പോഴും ചെറിയ തീയിലോട്ടാക്കിയതിന് ശേഷം മാത്രം ഞാനിതിലോട്ട് 2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. എരിവ് ഉള്ള സോസാണിത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. 2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചതച്ച മുളക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ മിക്സിയിലിട്ട് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പൊടിയായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ചെറിയ തീയിലിട്ടതിന് ശേഷം മാത്രം നമ്മളിത് ഒന്ന് വഴറ്റി കൊടുക്കുക. ചൂട് കൂടുതലാവാൻ പാടില്ല, ചൂട് കൂടി കഴിഞ്ഞാൽ ഇതങ്ങ് കരിഞ്ഞു പോകും, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതിന് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് എടുത്തതിന് ശേഷം അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുപ്പ് മാറ്റി വെക്കട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് തീയിലേക്ക് വെക്കാം, എന്നിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഓൾ പർപ്പസ് സോയാ സോസ്. അതേസമയം ഡാർക്ക് സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നിങ്ങൾ ചേർത്തിരിക്കുന്ന ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് വേണം നമ്മൾ വിനീഗർ ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഇപ്പോൾ ചില ടൊമാറ്റോ കെച്ചപ്പിനാണെങ്കിൽ നല്ല പുളിരസം ഉണ്ടായിരിക്കും, കുറച്ച് കൂടുതൽ മുന്നോട്ട് നിൽക്കുന്നുണ്ടാവും പുളി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് വിനീഗർ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ടൊമാറ്റോ കെച്ചപ്പിന് അത്യാവശ്യത്തിന് പുളിയുള്ളൂ, അതുകൊണ്ട് മാത്രം ഞാൻ 1 ടീസ്പൂൺ വൈറ്റ് വിനീഗറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ കേട്ടോ. വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര 1 ടേബിൾ സ്പൂൺ. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന സോസിൻ്റെയൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നമുക്ക് അവസാനം ചേർക്കാം, കാരണം ഇതിൽ നമ്മൾ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഞാനിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം, നല്ല ചൂട് വെള്ളം 1/2 ഗ്ലാസ് ചൂടുവെള്ളം. പച്ചവെള്ളം ഒഴിക്കരുത് ദയവേത്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ചൂടുവെള്ളം 1/2 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായി അങ്ങ് തിളയ്ക്കട്ടെ. എല്ലാത്തിൻ്റെയും ഒരു റോ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും, അതൊന്ന് പോകണം. അതുകൊണ്ടാണ് നമ്മൾ നന്നായി തിളപ്പിക്കാൻ പറയുന്നത്. ഇതിപ്പോൾ നല്ല ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്, നമ്മളെ സോസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി തിക്കായിട്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇനി എക്സ്ട്രാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്
കോൺഫ്ലോർ. അപ്പോൾ 1 ടീസ്പൂൺ കോൺഫ്ലോർ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നന്നായിട്ട് അങ്ങ് കലക്കി വെക്കണം. ഞാനിവിടെ ഓൾറെഡി കലക്കി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇനി ഇപ്പം മധുരം ഉപ്പ പുളി എന്താണ് കുറവെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണിത്. ഇതിൽ എനിക്കിപ്പോൾ മധുരമുണ്ട്, പുളിയുണ്ട്, പക്ഷേ ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സോസിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഉള്ള ആ ഒരു മധുരവും പുളിയും എരിവും ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഈ സോസിൻ്റെ ടേസ്റ്റ് മാറ്റാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. പിന്നെ നിങ്ങളുടെ അടുത്ത് ചതച്ച മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി യൂസ് ചെയ്യുക. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ചതച്ച മുളക് തന്നെയാണ്. 5 മിനിറ്റോളം തിളപ്പിക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു 5 മിനിറ്റായി. നമ്മുടെ സോസ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ഞാൻ പറഞ്ഞ പോലെ 1 ടീസ്പൂൺ കോൺഫ്ലോർ കലക്കിയതിൽ നിന്ന് ആദ്യം ഒരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്ത് നോക്കാം. ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കാൻ പാടില്ല, കാരണം ഒരുപാട് തിക്നെസ് കൂടിക്കഴിഞ്ഞാലും നന്നായിട്ടുണ്ടാവില്ല നമ്മുടെ സോസ്. അതിൻ്റെ രീതിയിലുള്ള തിക്നെസ് മാത്രം മതിയാവും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 2 ടീസ്പൂൺ കോൺഫ്ലോർ ഒഴിച്ചപ്പോൾ ഇതാണ് ഇതിൻ്റെ തിക്നെസ്. 1 ടീസ്പൂൺ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്യണം. കാരണം കോൺഫ്ലോറിൻ്റെ ഒരു പ്രോ ടേസ്റ്റ് നമ്മുടെ സോസിന് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കോൺഫ്ലോർ ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാനിതിനിടയ്ക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതായത് കറക്റ്റ് മധുരവും പുളിയും ഉപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ സോസിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. ഓവറായിട്ട് തിന്നാവാനും പാടില്ല, ഓവറായിട്ട് അങ്ങ് തിക്കാവാനും പാടില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് സ്വീറ്റ്നെസ് കുറവാന്ന് തോന്നുന്നെങ്കിൽ പഞ്ചസാര കുറച്ചും കൂടെ കൂട്ടാൻ കേട്ടോ. അല്ലെങ്കിൽ പഞ്ചസാര താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ ആ ഷുഗറാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ നിങ്ങൾ ചോദിക്കാൻ വഴിയുണ്ട്, നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ശർക്കര ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ബ്രൗൺ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ, പഞ്ചസാരയ്ക്ക് പകരമായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം, തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. ഇനി നമുക്ക് ലോലിപോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അതിനുവേണ്ടി ഞാനിവിടെ 2 മീഡിയം സൈസ് പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടോടുകൂടി തന്നെ ഉടക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഉടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ആകപ്പാടെ കുക്ക് ചെയ്യേണ്ട ഒരു സംഭവം പൊട്ടറ്റോ മാത്രമാണ്. ബാക്കി നമ്മളിതിൽ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും കുക്ക് ചെയ്യുന്നില്ല, വഴറ്റിയെടുക്കുന്നില്ല. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ആ സോസ് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് പൊട്ടറ്റോ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്ന ഒരു പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. തൊലിയെല്ലാം കളഞ്ഞ് വാഷ് ചെയ്തിട്ട് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്യാബേജ് അരിയുന്നതൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ, അതായത് കോൾസ്ലോൻ്റെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തില്ല എന്ന് മാത്രം. അപ്പോൾ 1/2 ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 കപ്പോളം ക്യാബേജ്, കുറച്ച് ക്യാബേജ്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കോളിഫ്ലവർ ചെറുതാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിതിലേക്ക് ഇപ്പോൾ സവാള ചേർക്കുന്നില്ല, ബീൻസ് ഒന്നും ചേർക്കുന്നില്ല. ഒരു പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ സ്പ്രിംഗ് ഓണിയൻ. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബീൻസ് ചേർത്ത് കൊടുത്താൽ മതി. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിനൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളക് വളരെ നൈസായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. ഒരു നുള്ളു പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെപ്പർ പൗഡറിൻ്റെ ഒരു സ്മെല്ല് നല്ലതാണ്. ഞാനിപ്പോൾ പൊട്ടറ്റോ കുക്ക് ചെയ്തപ്പോൾ ഉപ്പിട്ടിട്ടില്ല. ഉപ്പിടാണ്ടാണ് പൊട്ടറ്റോ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊരു ബൈൻഡിങ് ഏജൻറ്റ് വേണം അല്ലേ. നിങ്ങൾക്കിപ്പോൾ ഇതിലേക്ക് കോൺഫ്ലവർ ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മൈദ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ കോൺഫ്ലവറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്കിതിലോട്ടൊരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ്. പിന്നെ ഒരു ക്രഞ്ചി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം റവ. ഇത് റവയൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ ചേർക്കണമെന്ന് മാത്രം. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷനിലാണ്. പിന്നെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതെല്ലാം കൂടിയും കണ്ടങ്ങ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ അങ്ങ് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പൊട്ടറ്റോൻ്റെയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെയും
പിന്നെ ക്യാബേജിൻ്റെ അളവായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ എടുത്ത് വരുമ്പോൾ വരുന്നത്. ഞാനിതിൽ ചേർത്ത അരിപ്പൊടിയുടെയും അതുപോലെ തന്നെ കോൺഫ്ലോറിൻ്റെയും ഒക്കെ കണക്കായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ വരിക. അപ്പോൾ മിക്സ് ചെയ്ത് വരുമ്പോഴത്തെ പരുവാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഇപ്പോൾ വെള്ളം കൂടുതലാ പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ കോൺഫ്ലോർ ചേർക്കുന്നില്ല. കോൺഫ്ലോർ ഒരുപാട് ചേർത്തതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലോറിൻ്റെ ഒരു സ്മെല്ല് അങ്ങ് വല്ലാണ്ട് അങ്ങ് നിൽക്കും. അതുകൊണ്ട് അരിപ്പൊടിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അരിപ്പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മതിയാവും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് ഉരുട്ടിയിട്ട് ബോളുകളാക്കിയതിന് ശേഷം ഈ ഒന്ന് ബ്രെഡ് ക്രംസിൽ ഉരുട്ടുക, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് അല്ലാന്നുണ്ടെങ്കിൽ റവയിൽ ഉരുട്ടിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസമൊക്കെ രാവിലെ തന്നെ കുട്ടികൾക്ക് ഫ്രൈ ചെയ്ത് കൊടുത്തു വിടാവുന്ന ഒരു ടിഫിൻ ഐറ്റം ആയിട്ട് നമുക്ക് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് പോരാ. അപ്പോൾ ഇത് മതി. ഈ ഒരു കൺസിസ്റ്റൻസി ഞാൻ കൈ കഴുകിയിട്ട് ഞങ്ങൾക്ക് തൊട്ട് കാണിച്ചു തരാം. തൊടുമ്പോൾ കയ്യിലൊന്നും പിടിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നമ്മൾ കയ്യിലൊന്നും പിടിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമുക്കിനി ഇതിനെ ഓരോ ഉരുളകളാക്കി എടുക്കണം. ഇപ്പോൾ സാധാരണ നമ്മൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞ് ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വലിയ ഉരുളകളായിട്ടാണ് കിട്ടാറ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ എനിക്കും ജാനൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് വലുതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും ജാൻ്റെ സജഷനാണത്, വളരെ ചെറിയ ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുക്കാറ്. അപ്പോൾ ജസ്റ്റ് ആ സോസിൽ മുക്കി നമുക്ക് ഒറ്റ വായിക്ക് കഴിക്കുന്ന രീതിയിലുള്ള ഉരുളകളാണ് എനിക്ക് കുറച്ചും കൂടെ നന്നായി തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉരുളകളുടെ അളവ് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. ഓക്കെ, അത് പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ യു. അപ്പോൾ കൈ ജസ്റ്റ് ഒന്ന് വെറ്റാക്കുക, അതായത് കൈ ജസ്റ്റ് ഒന്ന് നനയ്ക്കുക. എന്നിട്ട് നല്ല ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു അളവിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ കുറച്ച് സമയം എടുക്കും ഉരുട്ടി വരാൻ. അപ്പോൾ പിള്ളേരൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ സഹായം തേടുക, അല്ലെങ്കിൽ ഇതേപോലെ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകൾ ആക്കിയെടുക്കാം നമുക്ക്. ഇനി നിങ്ങൾക്ക് ഇത് ബ്രെഡ് ക്രംസിൽ മുക്കി ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിന് വേറൊരു എന്താ പറയുക, മുട്ടയുടെ വെള്ളയോ അതല്ലാന്നുണ്ടെങ്കിൽ മൈദ കലക്കിയതൊന്നും വേണ്ട. വെറുതെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിൽ റവയിൽ റോൾ ചെയ്താലും മതി. അങ്ങനെ റോൾ ചെയ്യുക, ഒരു ക്രഞ്ചി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് റോൾ ചെയ്യുന്നത്. അഥവാ റോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ തിരക്കുള്ള സമയമാണെങ്കിൽ റോൾ ചെയ്യാറില്ല, വെറുതെ തന്നെ ഇത് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാറാണ് പതിവ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു കറുമുറ ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് ഓരോ ഉരുളകൾ ഇതുപോലെ തന്നെ ഉരുട്ടി എടുത്ത് വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇത്രയും ഉരുളകൾ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഉരുളകൾ ഉരുട്ടുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാക്കൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഉരുളകളാക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഉരുട്ടുന്ന സമയത്ത് അതിൽ വെള്ളം കൂടുതൽ പോലെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് അരിപ്പൊടിയോ എന്താണെന്ന് വെച്ചാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതങ്ങ് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്കൊരു ഫ്രൈയിങ് പാൻ വെക്കുക. അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഡീപ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഉരുളകൾ മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള എണ്ണയാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉരുളകൾ ഉണ്ടാക്കുക, അതിനുശേഷം ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിലോട്ട് അങ്ങ് ഡീപ് ഫ്രൈ ചെയ്യാം. അപ്പോൾ ചെറിയ പാത്രം എടുക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ നമുക്ക് മതിയാകും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എണ്ണ ഒന്ന് ചൂടാവട്ടെ. മീഡിയം ചൂടാവുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലോട്ട് ഓരോ ഉരുളകളും ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പോൾ നാളേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്കിതങ്ങ് ഇതേപോലെ ഉരുളകളൊക്കെ ഉരുട്ടി ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ ഫ്രൈ ചെയ്യേണ്ടത് ആ സമയത്ത് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സോസൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്യുക. സോസും കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ജോലി എളുപ്പമായിട്ട് മാറും. ഇതിൻ്റെ മേലെ നിന്ന് കൈവച്ച് നോക്കുമ്പോൾ നമുക്ക് എണ്ണയുടെ ചൂട് ഫീൽ ചെയ്യാൻ പറ്റും. ഒരുപാട് അങ്ങ് ചൂടായി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇട്ട വശം തന്നെ ആകെ ഗോൾഡൻ കളറായി ബ്രൗൺ ഷെയ്ഡായിട്ട് മാറും. പക്ഷേ ഉള്ളിൽ അങ്ങ് കുക്കായിട്ടുണ്ടാവില്ലേ. കാരണം നമ്മളിപ്പോൾ ഇതിൽ വെജിറ്റബിൾസിൽ ക്യാരറ്റും ക്യാബേജും ഒന്നും കുക്ക് ചെയ്യാത്തതാണ്. അപ്പോൾ എണ്ണയിൽ കിടന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഉള്ളിൽ പച്ച ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ശരിക്കും കുക്കായിട്ടില്ലെങ്കിൽ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇടണ്ട,
അപ്പോൾ നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം ഇതിലേക്ക് ഇടേണ്ട എണ്ണത്തിൻ്റെ അളവ് തീരുമാനിക്കാൻ. മീഡിയം ചൂടായിരിക്കണം നമ്മുടെ എണ്ണയ്ക്ക്. നിങ്ങൾക്കിപ്പോൾ ഇത് എണ്ണയിൽ വറക്കണ്ട എന്നുണ്ടെങ്കിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ബേക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. ഐ മീൻ എത്ര മിനിറ്റ് ബേക്ക് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞാൻ ബേക്ക് ചെയ്യാത്ത കാരണം അത് പറയാൻ എനിക്കറിയില്ല. പക്ഷേ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ 180 ഡിഗ്രിയിൽ മിക്കവാറും. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ വേണ്ടി വരും. ഓരോ ബാച്ച് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഇതൊന്ന് ഒരു സ്പൂൺ എടുത്തിട്ടൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇത് കുക്കാവും. കണ്ടോ ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു കളർ ഇതല്ലേ, കുറച്ചും കൂടെ ബ്രൗൺ കളർ ആവാനുണ്ടത്. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ മാത്രമല്ല മുകളിലോട്ട് പൊന്തി വരും. അപ്പോൾ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇത് കണ്ടില്ലേ, ഇത് മുകളിലോട്ട് ഇപ്പോൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇത് കുക്കായിട്ടുണ്ടെന്നാണ്. എന്നാലും നമുക്ക് കുറച്ചും കൂടെ ഒരു ഗോൾഡൻ കളർ വരാനുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമുക്കങ്ങ് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. മറ്റേത് താഴോട്ട് മുങ്ങി കിടക്കുമായിരുന്നു. ഇത് കുക്കായി കഴിഞ്ഞാലാണ് ഇത് മുകളിലോട്ട് അങ്ങ് പൊങ്ങി വരിക. ഇത് കണ്ടോ, നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഗുലാബ് ജാമുൻ്റെ പോലത്തെ ഒരു കളർ വന്നിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കളർ എത്തിക്കഴിഞ്ഞാൽ മാത്രമല്ല ഇത് എടുത്ത് നോക്കുമ്പോൾ വെയിറ്റ് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് കോരി മാറ്റി ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ പൊക്കോളും. അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുത്താലും മതി. ഓക്കെ, കറക്റ്റ് ഫ്രൈ ആയി എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തിട്ടൊന്ന് മുറിച്ച് കഴിച്ച് നോക്കുക. അപ്പോൾ അഥവാ വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നേരം കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ അടുത്ത സെറ്റും ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. ഈസി പീസിയാണ്. നമ്മളിത് വീഡിയോക്ക് ലെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്ത് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ടൂത്ത് പീക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്താം. അപ്പോൾ നിങ്ങൾക്കിത് പ്രസൻറ്റ് ചെയ്യുന്നത് 2 തരത്തിൽ പ്രസൻറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഡിപ്പ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ആ സമയത്ത് ഇത് ഫ്രൈ ചെയ്ത് വെക്കുക, സോസ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സോസിൽ മുക്കി കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്താണ് താല്പര്യം അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉള്ളിൽ എങ്ങനെ ഇരിക്കുകയെന്നൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ ഉണ്ടാവണം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ഒരു ലെയർ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ല കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരുന്നു ഇതെന്നാണ്. ഓക്കെ, അപ്പോൾ ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതേപോലെ പാർട്ടിക്കൊക്കെ അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഇത്തിരി സോസിൽ ഒന്ന് മുക്കുക. മൊത്തത്തിൽ മുക്കിയാലും കുഴപ്പമില്ല, ഇച്ചിരി മുക്കിയാലും കുഴപ്പമില്ല. സോസിൻ്റെ കൺസിസ്റ്റൻസി ഇതായിരിക്കണം. ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ. എന്താ ഞാൻ പറയാം, അടിപൊളി, ഗംഭീരമായിട്ടുണ്ട്. വേറൊന്നും പറയാനില്ല. അപ്പോൾ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള അതേ സമയം ഈസി പീസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. കുട്ടാട്ട നല്ല ഫോമിലാണ്. ഞങ്ങൾ പോണ കാരണം ഭയങ്കര ഫോമിലായിരിക്കുക. ഇവിടെ എന്താ കുട്ടാട്ട തല കീഴാക്കി തൂക്കിട്ട് വെക്കണത്? ഞാൻ അലോവേര കറ്റാർവാഴ കൊണ്ടുപോകാൻ വേണ്ടി കണ്ട് പറഞ്ഞു. അപ്പോൾ കുട്ടാട്ടൻ്റെ പണി കണ്ട അതിൻ്റെ ആ മഞ്ഞ കളറ് ഒറ്റിപ്പോവാൻ വേണ്ടി ഇങ്ങനെ ഞാത്തിട്ടേക്കുക. എന്നാലും നല്ല ഐഡിയ ആണ് കേട്ടോ. എന്തായാലും കൊള്ളാം. എല്ലാ നടീനടന്മാർക്കും ഒരു വർഷത്തിന് വിടാ. ഇനി ഒരു വർഷത്തിന് ശേഷം നമുക്ക് വീണ്ടും സ്ക്രീനിൽ കാണാല്ലേ കുട്ടാട്ടാ?